ബലൂചിസ്ഥാനിൽ നിങ്ങൾ രക്തമൊഴുക്കിയാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും. നിങ്ങളുടെ ചെങ്കോട്ട മുതൽ കാശ്മീർ കാടുകൾ വരെ നശിപ്പിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ അത് ചെയ്തു. ഞങ്ങളുടെ ധീരരായ ആളുകൾ അത് ചെയ്തു. ഒരു മതഭ്രാന്തന്റെ മുറവിളിയാണ്. അതും ഇന്ത്യയെ നോക്കി. ദേശത്തിന്റെ അഭിമാനവും സ്വാതന്ത്ര്യത്തിന്റെ കണ്ണീരും രക്തവും ചേർന്നിട്ടുള്ള ഇന്ത്യയുടെ ചെങ്കോട്ട, ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ കഥയുടെ പ്രതീകം. അവിടെ സ്ഫോടന ശ്രമം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ 140 കോടി ജനങ്ങളുടെ ഉള്ളിൽ രോക്ഷവും പ്രതിഷേധവും അലയടിച്ചു. പക്ഷേ പുതിയ അന്വേഷണ വെളിപ്പെടുത്തലുകൾ ഈ ആക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാൻ ഭീകര ഘടകങ്ങളാണെന്ന സത്യമാണ് പിന്നെയും തെളിയിക്കുന്നത്. ഇതൊക്കെ നടക്കുന്നതിനിടെ ഒരു പാകിസ്ഥാൻ നേതാവ് ഇന്ത്യയെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയപ്പോൾ ഇന്ത്യയുടെ രക്തത്തിൽ, ആത്മാഭിമാനത്തിൽ തീ പിടിച്ചു എന്ന് വേണം പറയാൻ. പക്ഷെ അവർ മറന്നുപോയി ഒരു കാര്യമുണ്ട്. ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഭീഷണിയിൽ പതറിപ്പോകുന്ന, ചിതറിപ്പോകുന്ന രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യ തിരിച്ചടിക്കാൻ സദാ സജ്ജമാണ്. പാകിസ്ഥാൻ വർഷങ്ങളായി ഭീകരരെ പരിശീലിപ്പിച്ചയക്കുന്ന രാഷ്ട്രമാണ്. ഭീകരതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ചെകുത്താന്മാരുടെ രാജ്യം. ഭീകരതയെ രാഷ്ട്ര നയമാക്കി മാറ്റിയ ഭരണകൂടമാണ് പാകിസ്ഥാനിലേത്. ചെങ്കോട്ട ആക്രമണത്തിന്റെ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്ന സത്യം പാകിസ്ഥാൻ ഒരിക്കലും മാറില്ല എന്ന് തന്നെയാണ്. അവർക്ക് ഇന്ത്യയെ അസ്ഥിരമാക്കണം. ഭീകരതയിലൂടെ ഇന്ത്യയുടെ ജനതയെ ഭയപ്പെടുത്തണം. കൈപ്പിടിയിൽ ഒതുക്കി ഞെരിച്ച് കൊല്ലണം. പക്ഷെ ഒരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇത് കോൺഗ്രസ് കാലഘട്ടത്തെ ഇന്ത്യ അല്ല, ഇത് മോദിയുടെ ഇന്ത്യയാണ്. കോൺഗ്രസിന്റെ ദശാബ്ദങ്ങളോളം നീണ്ട ആക്രമണങ്ങൾക്ക് മുന്നിൽ മൗനം പാലിക്കുന്ന, പേടിച്ചു മാളത്തിലൊലിക്കുന്ന പരമ്പരയ്ക്ക് അവസാനം കുറിച്ചത് മോദിയുടെ നേതൃത്വമാണ്. ഒരിക്കൽ ഇന്ത്യ ഭീകരാക്രമണങ്ങൾ വന്നാൽ പ്രസ്താവനകൾ മാത്രം നൽകി ശാന്തരാകാറുണ്ടായിരുന്നു. പാകിസ്ഥാനെ അപലപിക്കുന്ന പ്രസ് റിലീസ്, ഐക്യരാഷ്ട്രസഭയിൽ പരാതിപ്പെടൽ, ഇതായിരുന്നു മുൻ സർക്കാരുകളുടെ പരമാവധി തിരിച്ചടി. അത് മാറ്റിമറിച്ചത് BJP ഭരണകൂടമാണ്. 2016 സർജിക്കൽ സ്ട്രൈക്ക് വഴി ഇന്ത്യ ആദ്യമായി തിരിച്ചടിച്ചു. രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ച് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ സൈന്യം നേരിട്ട് തകർത്തപ്പോൾ ലോകം അത്ഭുതത്തോടെ നോക്കി. മോദി സർക്കാരിന്റെ സൈനിക ധൈര്യം മുൻപുണ്ടായതിലും തികച്ചും വ്യത്യസ്തമായിരുന്നു. പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ രക്തം ചൊരിഞ്ഞപ്പോൾ മോദി ഇതിന് നൽകേണ്ട മറുപടി നൽകുമെന്ന് ഇന്ത്യയോട് ഒരു വാക്ക് പറഞ്ഞു. അത് വെറും വാക്കുകളല്ലായിരുന്നു. ബാലാകോട്ട് ആക്രമണം പാകിസ്ഥാന്റെ നെഞ്ചിൽ വെടിക്കെട്ടാണ് നടത്തിയത്. ഇതോടെ ലോകം മനസ്സിലാക്കി BJP ഭരണത്തിലെ ഇന്ത്യയെ ആർക്കും വെല്ലുവിളിക്കാനാകില്ല എന്ന്. സ്ഫോടനത്തിനു പിന്നാലെ പാകിസ്ഥാനി നേതാവിന്റെ ഭീഷണി ഒറ്റ കാര്യം മാത്രമാണ് തെളിയിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ നയതന്ത്ര, സൈനിക, സാമ്പത്തിക ശക്തിയുടെ മുന്നിൽ വിറയ്ക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് ആഭ്യന്തര കലാപം, സൈനിക സർക്കാർ സംഘർഷമൊക്കെയാണ് അരങ്ങേറുന്നത്. വാലിനും തലയ്ക്കും തീപിടിക്കുമ്പോഴും അതിൽ നിന്ന് ഒരു കൊള്ളിയെടുത്ത് അടുത്ത രാജ്യത്തേക്ക് എറിയാൻ കഴിയുമോ എന്നാണ് പാക്കികളുടെ ചിന്ത. ഇങ്ങനെ മുടിഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് തന്നെ ഒരു തമാശയാണ്. രഹസ്യാന്വേഷണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും സൈനികാധുനികവൽക്കരണം വേഗത്തിലാക്കുകയും അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്തത് BJP സർക്കാരാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രതിരോധവും ആഭ്യന്തര സുരക്ഷയും ഒരു ഇന്ത്യയുടെ 140 കോടി ജനങ്ങൾക്കുമേൽ ഉയർന്ന കവചമായി പ്രവർത്തിക്കുന്നു. അതാണ് പാകിസ്ഥാൻ പേടിക്കുന്നത്. മുൻകാലത്ത് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഒരു നിശബ്ദ ശക്തിയായിരുന്നു. ഇന്ന് ലോകത്തിൽ ഭീകരതയ്ക്കെതിരെ നയതന്ത്ര യുദ്ധം നയിക്കുന്നത് തന്നെ ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ കിട്ടിയതുപോലെ ഇന്ത്യയിൽ ചോര തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ 6 അടി നീളത്തിൽ കുഴിവെട്ടി കാത്തിരിക്കുന്നതാണ് പാക്കികൾക്ക് നല്ലത്. ആയുസിന്റെ നീളം ഇനിയും കുറയ്ക്കാനല്ലാതെ ഇത്തരം മതഭ്രാന്ത് കൊണ്ട് മറ്റൊന്നും നടപ്പില്ല ഇന്ത്യയിൽ എന്ന് ഇനിയെങ്കിലും ഓർത്താൽ